മക്കളെ IIT സ്വപ്നം കാണുന്ന ആളുകൾക്കുള്ള വളരെ ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. JEE അഡ്വാൻസുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. JEE എക്സാമിനേഷൻ എഴുതി JEE മെയിൻ അഡ്വാൻസ് വഴി നിങ്ങൾ IIT ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. JEE അഡ്വാൻസ് 2025 ആയി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ IIT കാൺപൂർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വപ്നം കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIT-കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ IIT-യിലേക്ക് എത്താൻ നമ്മൾ പ്രധാനമായിട്ട് 2 സ്റ്റേജാണുള്ളത്. ഒന്ന് JEE മെയിൻ ആണ്. JEE മെയിൻ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. JEE മെയിനുമായി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് JEE അഡ്വാൻസിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ വർഷം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അപ്പിയറിംഗ് JEE അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഇന്ത്യൻ നാഷണൽസ് ആൻഡ് ഓവർസീസ് സിറ്റിസൺസ്, അതുപോലെ തന്നെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ 5 ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. ക്രൈറ്റീരിയൻ A1, A2, A3, A4, A5 എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? 2,50,000 സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിനാണ് ബിടെക് പേപ്പർ 1 JEE മെയിൻ എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം പരിഗണിക്കുക എന്നതാണ്. അതിൽ തന്നെ ഓരോരോ കാറ്റഗറിയിലുള്ള ആളുകൾ പെർസെൻറ്റേജ് വൈസ് ഉള്ള കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 10% ഫോർ ജനറൽ EWS, 27% for OBC NCL, 15% for SC, 7.5% for ST, and remaining 40.5% is open for all എന്നുള്ള സ്വഭാവത്തിലാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എന്താണ്? JEE മെയിൻ എക്സാമിനേഷൻ എഴുതിയ among the top 2,50,000 2,50,000 കുട്ടികളെ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിനാണ് JEE അഡ്വാൻസിന് വേണ്ടി പരിഗണിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എത്ര പേർക്ക്, അതുപോലെ തന്നെ ജനറൽ EWS കാറ്റഗറിയിൽ എത്ര പേർക്ക്, അതുപോലെ തന്നെ OBC NCL കാറ്റഗറിയിൽ എത്ര പേർക്ക്, SC ST കാറ്റഗറി, അതിൽ തന്നെ PWD കാറ്റഗറി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തായിട്ട് കാണാം. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 2,50,000 കാൻഡിഡേറ്റ്സിനാണ് 2025 നടക്കുന്ന JEE അഡ്വാൻസിൽ നിങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാവുക എന്നതാണ്. അത് ചിലപ്പോൾ ഒന്നും ഇങ്ങോട്ടേക്കോ ഒക്കെ ടൈ ബ്രേക്കിങ്ങിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ പറയുന്ന പോലെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദോസ് ഹു ഹാവ് സെക്വേർഡ് OCI PIO കാർഡ് ബിഫോർ 4/3/2021 ഷാൾ ബി കൺസിഡർ ഇന്ത്യൻ നാഷണൽ ഫോർ പർപ്പസ് ഓഫ് സീറ്റ് അലോക്കേഷൻ ടു IITs എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വിദേശത്തൊക്കെയുള്ള ജനിച്ചു വളർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റീരിയ എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഏജ് ലിമിറ്റ് ആണ്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ബീൻ ബോൺ ഓൺ ഓർ ആഫ്റ്റർ October 1, 2000. 5 years ഏജ് റിലാക്സേഷൻ ഗിവൺ ടു SC ST. 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് PWD കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്തായിരിക്കണം? കൃത്യമായിട്ട് ഓൺ ഓർ ആഫ്റ്റർ October 1, 2000 എന്നുള്ളത് വളരെ കൃത്യമായി ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചേഞ്ച് ആണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. എ കാൻഡിഡേറ്റ് ക്യാൻ അറ്റംപ്റ്റ് JEE അഡ്വാൻസ് മാക്സിമം ഓഫ് 3 times in 3 consecutive years എന്നുള്ളതാണ്. നിങ്ങൾക്ക് 3 വർഷം കൺസിക്യൂട്ടീവ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നതാണ്. അപ്പോൾ 2025 കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 2025, 26, അങ്ങനെ 3 വർഷം തുടർച്ചയായിട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ, അതുപോലെ തന്നെ 2025, 26 എന്നുള്ള രീതിയിൽ അത് തുടർച്ചയായിരിക്കണം, കൺസിക്യൂട്ടീവ് സ്വഭാവത്തിലായിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് 3 അറ്റംപ്റ്റ് വരെ നടത്താൻ പറ്റും എന്നതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നാലാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ക്ലാസ് 12 ഈ പറയുന്ന പോലെ എക്സാം അപ്പിയറൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ക്ലാസ് 12 എക്സാമിനേഷൻ ഫോർ ഫസ്റ്റ് ടൈം ഇൻ എയ്തർ 2023 or 2024 or 2025 ഈ 3 കാറ്റഗറിയിലുള്ളൂ. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കമ്പൽസറി സബ്ജക്റ്റായി പഠിച്ചിരിക്കണം. അതായത് ഏതർ ഇൻ 2023 പഠിച്ച ആളാകണം, 2024 or 2025 എന്നുള്ള സ്വഭാവത്തിലാണത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ 2023 പഠിച്ച ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായിരിക്കും? അവർക്ക് ഈ പറയുന്ന പോലെ 2025 വളരെ പ്രധാനപ്പെട്ട ഒരു അറ്റംപ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ് ഹു ആർ അപ്പിയർ ഇൻ ക്ലാസ് 12 എക്സാമിനേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2022 or earlier or not eligible to appear in JEE അഡ്വാൻസ് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് 2022 മുമ്പുള്ള ആളുകൾക്ക് എലിജിബിൾ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നതാണ്.
Then criterion 5 ആയിട്ട് പറയുന്നത് early admission at IITs എന്നതാണ്. Candidates should not have been admitted to IIT under any academic program that is listed on JOSA Business Rules of 2024, irrespective of whether or not the candidate continue in the program or accepted IIT seat by reporting online or reporting center. നേരത്തെ മറ്റേതെങ്കിലും കോഴ്സിനോ പ്രോഗ്രാമിനോ നിങ്ങൾ IITയിൽ റിപ്പോർട്ട് ചെയ്യുകയോ ഓൺലൈനായിട്ട് ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുക്കുകയോ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ആളായിരിക്കരുത് എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രിപ്പറേറ്ററി കോഴ്സോ പിന്നെ in any of the IITs for the first time in 2024 can appear JEE Advanced preparatory കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത ആൾക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ക്രൈറ്റീരിയ 1 മുതൽ ക്രൈറ്റീരിയ 4 വരെയുള്ള സംഗതികളൊക്കെ ഫുൾഫിൽ ചെയ്ത ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റീരിയ എന്നാണ് ഫോറിൻ നാഷണൽസ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഇതിൽ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്, ഏജ് ലിമിറ്റ്, അപ്പിയറൻസ് ഇൻ ക്ലാസ് 12, അതുപോലെ തന്നെ ഏർലി അഡ്മിഷൻ IITs അതിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ IITയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. IIT കാൺപൂർ ആണ് ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ കൂടി വന്നിട്ടുണ്ടെന്നാൽ നിങ്ങൾക്ക് അറ്റംപ്റ്റുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് JEEയുമായി ബന്ധപ്പെട്ടുള്ള JEE മെയിനുള്ള പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് എജുപോർട്ട് ലഭിക്കുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. സോ വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.